നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തൻ. ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആദ്യ 6 പ്രതികൾ കുറ്റക്കാർ. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. വെള്ളിയാഴ്ച ശിക്ഷ വിധിക്കും. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സർക്കാർ. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയെന്ന് ദിലീപ്. മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞ വിമർശനം. കരിയറും ഇമേജും ജീവിതവും തകർക്കാൻ ശ്രമിച്ച ഗൂഢാലോചന എന്നും പോലീസ് കള്ളക്കഥ മെനഞ്ഞെന്നും ദിലീപ്. നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്ന് താരസംഘടന അമ്മ. എന്നും എപ്പോഴും അവൾക്കൊപ്പമെന്ന് WCC. നേരത്തെ എഴുതിവെച്ച വിധിയെന്ന് ഭാഗ്യലക്ഷ്മി. സിനിമാ സംഘടനകളിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കാൻ നീക്കം. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ. സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും മലപ്പുറം മൂത്തേടത്തും തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. വോട്ടെടുപ്പിന്റെ തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസും. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന 2ാം കേസിലെ അതിജീവിതയുടെ മൊഴി. കരഞ്ഞ് കാല് പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തെന്നും ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടായെന്നും അതിജീവിത. 2ാം കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി.